നമസ്കാരം. റെയിൽവേ ട്രാക്കുകളിലെ അനധികൃത പ്രവേശനം തടയാനും ട്രെയിൻ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും 19,700 കിലോമീറ്റർ ദൂരത്തിൽ സുരക്ഷാ വേലികൾ നിർമ്മിക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും റെയിൽവേ സ്വത്ത് സംരക്ഷിക്കുന്നതിനുമായി ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി നീങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ലോക്സഭയിൽ ചോദ്യത്തിന് കേന്ദ്ര റെയിൽവേ വിവരസാങ്കേതിക പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ മറുപടി നൽകിയത്. ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറ് തടയാൻ ഓപ്പറേഷൻ സാധി ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികളും GRP ലോക്കൽ പോലീസുമായി ചേർന്ന് സംയുക്ത പരിശോധനകളും നടത്തും. ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്ന കുറ്റവാളികൾക്കെതിരെ ശക്തമായ നിയമ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. യാത്രക്കാരുടെ ജീവനും റെയിൽവേ സ്വത്തുക്കൾക്കും സംരക്ഷണം നൽകുന്നതിനായി റെയിൽവേ വലിയ രീതിയിലുള്ള മുൻകരുതൽ നടപടികളാണ് എടുക്കുന്നത്. സംഭവം പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ബ്ലാക്ക് സ്പോട്ടുകളിലും പ്രദേശങ്ങളിലും സാമൂഹിക വിരുദ്ധർ, മദ്യപാനികൾ, അക്രമികൾ എന്നിവർക്കെതിരെ പതിവായി റെയ്ഡുകൾ നടത്തുകയും പിടിക്കപ്പെടുന്നവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുന്നുണ്ട്. കല്ലേറ് സാധ്യതയുള്ള അതിനിർണായക മേഖലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ ട്രെയിൻ എക്സ്കോർട്ടിംഗ് സംഘങ്ങൾക്കും നിർദ്ദേശമുണ്ട്. റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം താമസിക്കുന്ന ജനങ്ങൾക്കിടയിൽ കല്ലേറിന്റെ അപകടങ്ങളെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിനായി ഓപ്പറേഷൻ സാധി ഉൾപ്പെടെയുള്ള പരിപാടികളും സംഘടിപ്പിക്കും എന്നാണ് അശ്വിനി വൈഷ്ണവ് പറയുന്നത്. ഓടുന്ന ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറ് തടയുന്നതിനായി വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കല്ലേറ് തടയുന്നതിനായുള്ള സുപ്രധാന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി RPF, GRP, ലോക്കൽ പോലീസ് എന്നിവരുമായി നിരന്തരം ഏകോപനം നടത്തും. റെയിൽവേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി അതത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ DGPമാരുടെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് ലെവൽ സെക്യൂരിറ്റി കമ്മിറ്റി ഓഫ് റെയിൽവേസ് രൂപീകരിച്ചിട്ടുണ്ട്. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷയ്ക്കാണ് ഇന്ത്യൻ റെയിൽവേ ഏറ്റവും മുൻഗണന നൽകുന്നത്. കന്നുകാലികൾക്കും കാൽനട യാത്രക്കാർക്കും ചെറിയ വാഹനങ്ങൾക്കും സുരക്ഷിതമായി ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനായി സബ്വേകൾക്കും സുരക്ഷാ വേലികളും നിർമ്മിച്ചു വരുന്നുണ്ട്. ബീഹാർ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാന മേഖലകൾ ഉൾപ്പെടെ ഇന്ത്യൻ റെയിൽവേയിൽ ഇതുവരെ ഏകദേശം 19,700 കിലോമീറ്റർ ദൂരത്തിൽ ട്രാക്കുകൾക്ക് ഇരുവശവും സുരക്ഷാ വേലികൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് ലോക്സഭയിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര റെയിൽവേ വിവരസാങ്കേതിക പ്രക്ഷേപണ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് നൽകിയതാണ് ഈ വിവരങ്ങൾ. ട്രെയിനുകൾക്ക് നേരെയുണ്ടാകുന്ന കല്ലേറും ട്രാക്കുകളിലെ അനധികൃത പ്രവേശനവും മൂലം ആയിരക്കണക്കിന് യാത്രക്കാരുടെ ജീവനാണ് ദിവസേന അപകടത്തിലാകുന്നത്. റെയിൽവേ നടപ്പിലാക്കുന്ന പുതിയ സുരക്ഷാ വേലികളും ബോധവൽക്കരണ പരിപാടികളും ശക്തമായ നിയമ നടപടികളും ഈ ക്രൂരമായ പ്രവണതയ്ക്ക് ഒരു അറുതി വരുത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സംസ്ഥാന പോലീസുമായും GRPയുമായും കൈകോർത്ത് RPF നടത്തുന്ന ഈ കടുത്ത പ്രതിരോധ നീക്കങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷയും കാര്യക്ഷമതയും പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.